ജീവിച്ചിരിക്കുന്ന മുത്തുനബിയോട് സംസാരിക്കുമ്പോൾ അതബല്ലത് അവിടെ എന്തായാലും വേണം, വഫാത്തിന് ശേഷവും വേണം. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് നോക്ക്, മക്കയില് കഅബയുടെ ചുറ്റുഭാഗത്തും നമ്മൾ ശബ്ദ കോലാഹലങ്ങളൊക്കെ പലപ്പോഴും കേൾക്കും. എല്ലായിടത്തും അദബ് കീപ്പ് ചെയ്യണം. പക്ഷെ അവിടെയൊക്കെ കേൾക്കുന്ന ആ ശബ്ദ കോലാഹലങ്ങളൊന്നും മുത്തുനബിന്റെ ഹളറത്ത് ചെന്നാ ഉണ്ടാവില്ല. ആ പച്ചക്കുപ്പന്റെ ചുവട്ടില് എന്തൊരു ശാന്തതയാണ് അല്ലേ? അടങ്ങിയ അന്തരീക്ഷല്ലേ ഉള്ളത്, നിശബ്ദമായ അന്തരീക്ഷല്ലേ ഉള്ളത്. ആ നിശബ്ദമായ അന്തരീക്ഷത്തിന് കാരണം എന്താ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, 10-60 കൊല്ലം ആറ്റു നോറ്റ് പൂതി വെച്ച് നിങ്ങൾ മദീനയിലെത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തുനിന്ന് പൊട്ടിച്ചിരിച്ച് കൊക്കിച്ചിരിച്ച് വലിയ വർത്താനങ്ങള് നിങ്ങൾ ഒച്ചയുണ്ടാക്കി സംസാരിച്ച് 60 കൊല്ലത്തെ ഇബാദത്ത് കളയാൻ ഇങ്ങ് വരരുതേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ നല്ല അദബ് കീപ്പ് ചെയ്യണത്. പ്രത്യേകിച്ച് ഗൈഡുകളുള്ള ഹാജിമാരും ഉംറക്കാരും സ്വാഭാവികമായിട്ടും അതൊക്കെ ശ്രദ്ധിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാകും. പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തവർ അവിടുന്ന് ഒച്ചയുണ്ടാക്കുന്നവരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, റൗളയുടെ പിന്നിൽ നിന്ന്, റൗള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്തല്ലേ, ആ റൗളയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഉണർത്തട്ടെ, പോയവരോർക്കുക, പോകാനുള്ളവർ ജാഗ്രത പാലിക്കുക. ആ റൗളയിൽ നിന്ന് നമ്മളെ മലയാളി പെണ്ണുങ്ങളാകൂല, മറ്റു പല നാട്ടുകാരും പല ഭാഷയിലും പല ദേശത്തുകാര് ഒച്ചയും വിളിയും ബഹളവും ഉണ്ടാക്കുന്നത് ഇപ്പുറത്തുള്ള പുരുഷന്മാർക്ക് പോലും കേൾക്കാൻ പറ്റുന്ന വിധം ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. കേൾക്കുമ്പോ പേടിയാകാറുണ്ട്. കാരണം മുത്തുനബിന്റെ ഹളറത്ത് നിന്നാണിത്. എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് മദീനത്തെത്തിയത്? ഇതുവരെ ചെയ്ത നിസ്കാരവും നോമ്പും ഖുർആനും ഒക്കെ വെള്ളത്തിലാക്കാനാണോ വന്നത്? മുത്തുനബിയുടെ ഹളറത്തിൽ വെച്ചൊരദബുകേടിന്റെ സ്വരം നമുക്ക് പൊങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും 2ാം തവണ എത്താൻ ഭാഗ്യമുള്ളവർ, ആദ്യമായിട്ടെത്താൻ ഭാഗ്യമുള്ളവർ ഒക്കെ ആലോചിക്കണം. ആ ഹളറത്തിലെത്തുമ്പോൾ ഈ ആയത്ത് നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയിലിരിക്കട്ടെ.